സിലോപ്പി കിടക്കുന്ന കൊള്ളത്തില്ലേ, സിലോപ്പി ഓടണ കൊള്ളത്തില്ലേ, സിലോപ്പി നീന്തണ കൊള്ളത്തില്ലേ, സിലോപ്പി നിക്കണ കൊള്ളത്തില്ലേ. കണ്ണേ മുമ്പിൽ വന്ന് നിന്ന് മുങ്ങിത്തരും സിലോപ്പി, കണ്ണൊന്നടച്ചു വെച്ചാൽ മുങ്ങിപ്പോകും സിലോപ്പി. തക 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 ഓ തക 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 തക. ഓ നിന്റെ ആ താളം തിരി തകയില്ല, വന്ന മീൻ അങ്ങ് പോയി. ആ പോയ മീൻ്റെ അഹങ്കാരം കണ്ട, പന്ന വെള്ളത്തിൽ കിടന്നിട്ട് എന്റെ പേര് കേട്ടാ സിലോപ്പി, ഭൂമത്തെ കിടക്കണ എന്റെ പേര് കേട്ടാ ഗോപി പീപ്പി. കാലം പോയ ഓക്കെ മീനെല്ലാം കിട്ടിയാണോ? ഉച്ചം വെയിൽ തലയിലടിച്ച് ഇതുവരായിട്ട് ഒന്നും കൊത്തിയില്ലടേ. 1 2 3 4 5 അതിനൊക്കെ ആവശ്യം വരും കേട്ടാ. വെച്ചിരുന്നോ നീ ഇതുവരെ കണ്ടിട്ടില്ല? ഇതിങ്ങനെ ഒട്ടണതാണായിരുന്ന. അത് പരസ്യത്തിലടാ, ഇതൊക്കെ ഉണ്ടായി പറഞ്ഞു മീൻ പിടിയാൻ കൊണ്ട്. നിങ്ങളിങ്ങനെ മീനെ പിടിച്ചോണ്ട് നടാ. കാക്ക ശ്രീജു വെട്ടിയ പെണ്ണിനെ കണ്ട, ആപ്പിള് കണക്കിരിക്കുന്നു പെണ്ണ്. അവന് പെണ്ണ് കിട്ടിയ എങ്ങനെ സെറ്റ് ചെയ്തെടുത്തോ അതിനെ? നമ്പർ മാറി എന്തോ കോള് വിളിച്ച് അവൻ സെറ്റ് ചെയ്തെടുത്ത്. നിങ്ങൾ ആരെങ്കിലും നമ്പർ മാറി ഇതിനെ വിളിക്കോ? ഇന്നലെ രാത്രി നീ അറിഞ്ഞ? ഇന്നലെ രാത്രി 12 മണിക്ക് ഒരുത്തിനെ വിളിച്ചിട്ട് ചോദിക്കയില്ലേ തൈരും മുളകും ഉണ്ടാക്കാന്ന്. പഴങ്കഞ്ഞിൽ പോലും തൈരും മുളകും ഞാൻ രാത്രി 12 മണിക്ക് എവിടാൻ പോണത്? അതങ്ങനെയല്ല, അത് ഇപ്പോഴത്തെ പാട്ട്. പാട്ടാ? നമ്മളെ തൈരും മുളക് തൊണ്ടാട്ടം 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 ഉണ്ടാട്ടോ. ഞാൻ കേട്ടത് ഉണ്ടാക്കാന്ന്. അണ്ണാ എര എടുത്തോട്ടോ. ഇതെന്തിനാ എരയില് കടുകും ഭയങ്കര വണ്ണു വരാ? പറമ്പിലൊന്നും ഒരു ഇര പോലും കിട്ടായില്ല. അവസാനം രാഘവന്റെ കടയിൽ 30 രൂപ നൂഡിൽസ് വാങ്ങിച്ചു. ഇതാകുമ്പോ മീന് കൊത്തിയൊന്നുമില്ല, ഇഴുത്തങ്ങ് എടുക്കും. ചുമ്മാ ഇട്ടിട്ട് പോലെ ഒരു മീന് പോലും പറഞ്ഞില്ല. പറഞ്ഞില്ലേ? ഇല്ല. നീ മാറ ജസ്റ്റ് നീങ്ങാങ്ങോട്ടെ. പരിപാവനമായ ബാലരാമപുരം കാട്ടുകുളത്തിൽ അന്നദാന സദ്യ ആരംഭിച്ചിരിക്കുന്നു. എല്ലാ നല്ലവരായ മത്സ്യക്കുഞ്ഞുങ്ങളും ഈ അന്നദാന സദ്യയിൽ പങ്കെടുക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. ഇന്നത്തെ അന്നദാന സദ്യ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഈഞ്ചക്കരയിൽ നിന്നും തപ്പു. എല്ലാ ഉടായ്പ നിങ്ങളെ കയ്യിലുണ്ട്. ചിലപ്പോ വന്നാലേ അണ്ണാ നിങ്ങളെ ഇങ്ങനെ കുറക്കി ഒരു ചൂണ്ടറിയല്ലോ, അതെനിക്ക് പഠിപ്പിച്ചാണോ? അത് പണ്ട് നാളിൽ ഞാൻ ഇറങ്ങിയതാണ്, പക്ഷെ അത് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാറില്ല. പഠിപ്പിച്ചതാണ്. നോക്കട്ടെ, നിനക്ക് ഞാൻ പറഞ്ഞു തരാം. നീ അന്യം കാരണം പറഞ്ഞു തരാം. ചൂണ്ട ചൂണ്ട പോയി തപ്പോ കൈകൾ നൂത്ത് ഒരു വിരൽ മടക്കി, അതല്ല ചൂണ്ടുവിരൽ ഓക്കേ സങ്കൂത്തി പിടിച്ച് ഇടത്തെ കൈ കൊണ്ട് മുട്ടപ്പായാലും എല്ലാം നീക്കി അവിടെ എറിയടാ. ശരി ബാഹു. ദേവസേന കറക്റ്റ് സ്ഥലത്ത് തന്നെ എറിഞ്ഞു. ദൂരാമ എറിഞ്ഞ് മലത്തട്ടാണ്. സുരേന്ദ്രന്റെ മൂത്ത മോൻ കമന്ന് അതുപോലെ ഒരെണ്ണം തിരിച്ചടിച്ചു കൊടണം. മീനടിച്ചെന്നാ എപ്പോഴും വളർത്തി മീൻ അടിച്ചു കഴിഞ്ഞാലേ തളർത്തി സൂചിപ്പിച്ചാണ് എടുക്കാൻ കേട്ടാ. നേരത്തെ പറയണ്ടേ ഇതൊക്കെ. ഓ അച്ഛടെ പാവ മീനെ മെല്ലെ പതുക്കെ വന്നാ മതി, നിന്നെ ആരും ഒന്നും ചെയ്യൂല കേട്ടോ. കങ്കൂസ് കൊണ്ട് വാങ്ങണ്ടല്ല തളർത്തിയാണ്. ഇന്നത്തേക്ക് ആയി എനിക്കുള്ള നിനക്കുള്ള ഇടല്ല. ആ ചെറുക്കന്റെ കാര്യം നിന്റെ കോരുവലയും കൊണ്ട് അവൻ ബാസ്കറ്റ് കളിക്കാൻ പോയി. അവന്റെ ബാസ്കറ്റ് വലയിലെ കിറ്റിനും കൊണ്ടുപോയി. അച്ഛനും കിഴങ്ങ് മോനും കിഴങ്ങ്. എന്തിനാ രണ്ടുപേരും നമ്മളെ കുറിച്ച് എന്തോ സംസാരിക്കണം? ആടാ 2 കെണ്ണം കരിമീൻ. ഞാൻ വന്ന് അറിഞ്ഞാണ്. അയ്യോ ദോ പോയണ്ണ. അതെന്താ ഞാൻ വന്ന് അറിഞ്ഞാണ് അതുകൊണ്ട് പോയത്? നീ എന്നെ പേടിയല്ലടാ. ശാന്ത കുളിക്കണം. നീ എങ്ങനെ കണ്ടേ? ഞാൻ കണ്ടില്ലല്ലോ. നീ അതിനനുസരിച്ച് നോക്കിയത് കണ്ടില്ല. ഒന്നിട്ട് പിടി. മീനടിച്ച് പിടിച്ചോ. നേരത്തെ പിടിച്ചാൽ കളി ഏതോ വലിയ മീൻ തന്നെ, അതിന്റെ കുടുംബത്തിൽപ്പെട്ട ഏതോ ആണ്. അയ്യ എനിക്കറിയാം, നമ്മളെ ബാസ്കറ്റ് വല ഇരിക്കണം പറഞ്ഞ് വന്ന് കയറി രക്ഷപ്പെടാല്ലേ, അങ്ങനെ സമ്മതിക്കൂല. വർഷത്തിൽ 1-2 ഓട്ടം കിട്ടണം മീനാണ്, അതേ കൊണ്ട് കളങ്ങല്ല മഹാഭാവി.
തപ്പൂസേ കിടക്കുന്ന കൊള്ളത്തില്ലെങ്കിൽ തപ്പൂസേ പെടയുന്ന കൊള്ളത്തില്ലെങ്കിൽ തപ്പൂസേ മുങ്ങന കൊള്ളത്തില്ലേ തപ്പൂസേ ചാവണ്ണ കൊള്ളത്തില്ലേ. ഓ